നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകൻ മുഹമ്മദ് റിയാസ് MLAയുടെയും വീടുകളിലടക്കം 12 ഒരേ സമയം റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിൽ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് EDയുടെ നടപടി. റെയ്ഡിനു പിന്നാലെ സംസ്ഥാന വ്യാപകമായി CPM നേതൃത്വത്തിൽ കനത്ത പ്രതിഷേധം. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർ മടങ്ങിയ വാഹനങ്ങൾ തല്ലിത്തകർത്തു. അരിയന്നൂരിൽ ഡോക്ടറുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് സ്വദേശി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ 36 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് ചാവക്കാട് നിന്ന് പിടിയിലായത്. പ്രതിയുമായി ഗുരുവായൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി. കുന്നംകുളം പ്രസ് ക്ലബിന്റെ 21ാമത് സംസ്ഥാന മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമ വിഭാഗത്തിൽ മാതൃഭൂമി തൃശൂർ ലേഖിക അക്ഷേക സുധരാജ്, ദൃശ്യമാധ്യമ വിഭാഗത്തിൽ ഇരിട്ടി ഹൈവിഷൻ ചാനൽ റിപ്പോർട്ടർ ഉന്മേഷ് പായം എന്നിവർക്കാണ് ഇത്തവണ അവാർഡ്. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ജൂൺ അവസാന വാരം കുന്നംകുളത്ത് സമ്മാനിക്കും. വാർത്തകൾ വിശദമായി. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും മരുമകനും ബേപ്പൂർ MLAയുമായ മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലടക്കം 12 പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടായിരുന്നു ED പരിശോധന. പിണറായി വിജയന്റെ കണ്ണൂരിലെ വീട്ടിലും തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലുമാണ് പരിശോധന നടന്നത്. ED സംഘം മകൾ വീണയുടെ മൊഴിയെടുത്തു. റിയാസിന്റെ കോഴിക്കോട് കോട്ടുള്ളിലെ വീട്ടിലും പരിശോധന നടന്നു. കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. റെയ്ഡിനു പിന്നാലെ സംസ്ഥാന വ്യാപകമായി CPM നേതൃത്വത്തിൽ കനത്ത പ്രതിഷേധമാണ് നടന്നത്. റെയ്ഡിനു ശേഷം തിരുവനന്തപുരത്തെ പിണറായിയുടെ വീട്ടിൽ നിന്നും ED ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോൾ പാർട്ടി പ്രവർത്തകർ അക്രമാസക്തരായി. ED ഉദ്യോഗസ്ഥരുടെ കാറിന്റെ ചില്ലുകൾ പ്രവർത്തകർ അടിച്ചു തകർക്കുകയായിരുന്നു. ഒരു വനിതാ ഉദ്യോഗസ്ഥയടക്കം 4 അംഗ ED ഉദ്യോഗസ്ഥർക്കും 8 അംഗ CRPF സംഘത്തിനും നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ടാക്സി ഡ്രൈവർ ശ്രീകാര്യം സ്വദേശി ശ്യാമിന് പരിക്കേറ്റു. ED ഉദ്യോഗസ്ഥർ പുറത്തേക്കിറങ്ങുമ്പോൾ കൂകി വിളിച്ചും CPIM പ്രവർത്തകർ പ്രതിഷേധിച്ചു. സംഭവത്തിൽ ED ഉദ്യോഗസ്ഥർ തമ്പാനൂർ സ്റ്റേഷനിൽ പരാതി നൽകി. അതേസമയം ED റെയ്ഡിനെതിരെ നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികൾ നടത്താൻ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചു. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയനെ ED വേട്ടയാടുകയാണെന്നാരോപിച്ച് കടവല്ലൂർ സൗത്ത് ലോക്കൽ കമ്മിറ്റി പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഏരിയ കമ്മിറ്റി അംഗം KB ജയൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KE സുധീർ, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ എന്നിവർ നേതൃത്വം നൽകി. അദാനിയുമായി കൂടിക്കാഴ്ച നടത്തി. അദാനിയും മോഡിയുമായുള്ള ബന്ധം ഈ നാടിനെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് ജയിച്ച 3 മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് 3ാം സ്ഥാനത്തെന്ന് മാത്രമല്ല 20,000-ൽ താഴെ വോട്ടുകളാണ് 3 മണ്ഡലങ്ങളിലും കോൺഗ്രസിനുള്ളത്.
അവിടെ നാം മനസ്സിലാക്കുന്നത് കോൺഗ്രസും BJPയുമായുള്ള ഡീൽ എന്ന് പറയുന്നത് ഇവിടെ ഇടതുപക്ഷത്തിന് ഇല്ലാതാക്കുക എന്നതാണ്. അരിയന്നൂരിൽ ഡോക്ടറുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് സ്വദേശി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ 36 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് ചാവക്കാട് നിന്നും പിടിയിലായത്. പ്രതിയുമായി ഗുരുവായൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി. അരിയന്നൂരിൽ ഡോക്ടർ ദമ്പതികളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന 14 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന കേസിലാണ് പ്രതി പോലീസ് പിടിയിലായത്. ചാവക്കാട് കോടതി പരിസരത്ത് നിന്നും കഴിഞ്ഞ ദിവസമാണ് പ്രതി കസ്റ്റഡിയിലായത്. തൃശൂർ ജൂബിലി ആശുപത്രിയിലെ ഹെമറ്റോളജി വിഭാഗം ഡോക്ടറായ അബൂബക്കർ മുഹമ്മദ് റാഫിയും കുടുംബവും താമസിക്കുന്ന അരിയന്നൂരിലെ വീട്ടിലാണ് മെയ് ആദ്യവാരത്തിൽ മോഷണം നടന്നത്. ഡോക്ടർ അബൂബക്കർ, ഭാര്യയും തൃശൂർ ഗവൺമെന്റ് ESI ആശുപത്രിയിലെ ഡോക്ടറുമായ ബുഷറയുടെ പിതാവ്, കുട്ടികൾ എന്നിവരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. സ്റ്റാഫ് ടൂറിന് പോകാനായി ഡോക്ടർ ബുഷറ അലമാറയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ എടുക്കുന്നതിനായി പരിശോധിച്ചപ്പോഴാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന 14 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ട വിവരം പുറത്തറിയുന്നത്. വീടിന് പുറത്ത് CCTV ക്യാമറകൾ ഇല്ലായിരുന്നുവെങ്കിലും വീടിനകത്തെ നിരീക്ഷണ ക്യാമറയിൽ പുലർച്ചെ 12:50ഓടെ മോഷ്ടാവ് വീടിനകത്ത് കയറി കവർച്ച നടത്തുന്ന ദൃശ്യങ്ങൾ പതിഞ്ഞിരുന്നു. പ്രതിയുടെ വ്യക്തമായ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചതോടെ മോഷണം നടന്ന 2ാം ദിവസം പ്രതി മോഷ്ടിച്ച 10 പവനോളം സ്വർണം തിരികെ വീട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുകയും ഒപ്പം മാപ്പപേക്ഷ എഴുതിവെക്കുകയും ചെയ്തിരുന്നു. ബാക്കിയുള്ള 2 പവൻ ആഭരണങ്ങൾ വിറ്റുകിട്ടിയ പണം ഉപയോഗിച്ച് പിന്നീട് കൊടൈക്കനാലിലേക്ക് ടൂർ പോയ പ്രതി ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടിലെത്തി കല്ലഴിക്കുന്നത്തെ ചോലയിലും ചേറ്റുവയിലും ഒളിവിൽ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ചാവക്കാട് എത്തിയപ്പോഴാണ് പ്രതി പോലീസിന്റെ വലയിലായത്. സമീപകാലത്തായി വിവിധ ജയിലുകളിൽ നിന്നും ഇറങ്ങിയ കുറ്റവാളികളുടെ വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം നടത്തി. തുടർന്ന് സംഭവത്തിൽ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുകയും പിന്നീട് പോലീസ് നടത്തിയ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പിടികൂടുകയുമായിരുന്നു. പ്രതി മോഷണം ചെയ്തു കൊണ്ടുപോയതിലെ ബാക്കി സ്വർണത്തെക്കുറിച്ച് പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തിവരികയാണ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി മോഷണം മുതൽ കണ്ടെടുക്കാൻ ശ്രമിക്കുമെന്നും പോലീസ് അറിയിച്ചു. മോഷണം, കഞ്ചാവ് വിൽപ്പന തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ. ബുധനാഴ്ച രാവിലെ മോഷണം നടന്ന അരിയന്നൂരിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ K. വേണുഗോപാൽ, സബ് ഇൻസ്പെക്ടർ U. മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ്, വിഷ്ണു, ജോസ് പോൾ, ജോമോൻ, ലാൽ എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മൈസൂരിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ വരവൂർ സ്വദേശിനിയായ നഴ്സിംഗ് വിദ്യാർത്ഥിനി മരിച്ചു. വരവൂർ കുമരപ്പനാലിൽ കുന്നത്ത് വീട്ടിൽ സുരേന്ദ്രന്റെ മകൾ 18 വയസ്സുള്ള ആര്യയാണ് മരിച്ചത്. മൈസൂർ ആദി ചുഞ്ചനഗരി മെഡിക്കൽ കോളേജിലെ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് ആര്യ. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോളേജിൽ നിന്നും പിതാവിനോടൊപ്പം കാറിൽ നാട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാറിൽ എതിരെ വന്നിരുന്ന മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. പിതാവ് സുരേന്ദ്രനും പരിക്കുണ്ടെങ്കിലും സാരമുള്ളതല്ല. കോളേജിലെ ഭക്ഷണവും താമസവും ശരിയായ രീതിയിലല്ലാത്തതിനെ തുടർന്ന് പഠനം അവസാനിപ്പിച്ച് പിതാവിനോടൊപ്പം വീട്ടിലേക്ക് വരികയായിരുന്നു ആര്യ. സംസ്കാരം പിന്നീട് നടക്കും. സിനി മാതാവും ആകാശ് സഹോദരനുമാണ്. കുന്നംകുളം പ്രസ് ക്ലബിന്റെ 21ാമത് സംസ്ഥാന മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമ വിഭാഗത്തിൽ അഷേക സുധരാജ്, ദൃശ്യമാധ്യമ വിഭാഗത്തിൽ ഉന്മേഷ് പായം എന്നിവർക്കാണ് ഇത്തവണ അവാർഡ് ലഭിക്കുക. പ്രാദേശിക മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയായ കുന്നംകുളം പ്രസ് ക്ലബിന്റെ 21ാമത് സംസ്ഥാന മാധ്യമ പുരസ്കാരം അച്ചടി മാധ്യമ വിഭാഗത്തിൽ അവാർഡിനർഹയായ അഷേക സുധരാജ് തൃശൂർ മാതൃഭൂമി ലേഖികയും ദൃശ്യമാധ്യമ വിഭാഗത്തിൽ അവാർഡ് ലഭിക്കുന്ന ഉന്മേഷ് പായം ഇരിട്ടി ഹൈവിഷൻ ചാനൽ റിപ്പോർട്ടറുമാണ്. തൃശൂർ ജില്ലയിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സവിസ്തരം വിവരിക്കുന്ന വിണ്ടുനീറുന്ന ജീവിതങ്ങൾ എന്ന തുടർ വാർത്താ പരമ്പരയാണ് അഷേകയെ അവാർഡിന് അർഹയാക്കിയത്. അന്ധദമ്പതികളുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന കാഴ്ചയില്ലെങ്കിലും കരുത്തുള്ള ജീവിതം എന്ന ന്യൂസ് സ്റ്റോറിക്കാണ് ഉന്മേഷിന് അംഗീകാരം. ഇരുവർക്കും 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം സമ്മാനിക്കും. പ്രശസ്ത ചലച്ചിത്ര ഗാനരചയിതാക്കളും കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യങ്ങളുമായ റഫീഖ് അഹമ്മദ്, BK ഹരിനാരായണൻ, മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ സുബീഷ് തെക്കൂട്ട് എന്നിവരാണ് അവാർഡ് ജേതാക്കളെ നിശ്ചയിച്ചത്. പുരസ്കാരം ജൂൺ അവസാന വാരത്തിൽ സമ്മാനിക്കുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ, സെക്രട്ടറി മുഹമ്മദ് അജ്മൽ, ട്രഷറർ ടോണി PS എന്നിവർ അറിയിച്ചു. പത്രമാധ്യമ വിഭാഗത്തിൽ തൃശൂർ മാതൃഭൂമി ലേഖിക അഷേക സുധരാജനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ദൃശ്യമാധ്യമ വിഭാഗത്തിൽ ഇരിട്ടി ഹൈവിഷൻ ചാനൽ റിപ്പോർട്ടർ ഉന്മേഷ് പായലിനുമാണ് അവാർഡ് അർഹമായിട്ടുള്ളത്. പുരസ്കാരം
തൃശൂർ ജില്ലയിലെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിലെ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് വിസ്തരിക്കുന്ന വിണ്ടുനീറുന്ന ജീവിതങ്ങൾ എന്ന തുടർ വാർത്താ പരമ്പരയ്ക്കാണ് അക്ഷയകയെ അവാർഡിന് അർഹനാക്കിയത്. അന്ധദമ്പതികളുടെ അതിജീവനത്തിന്റെ കഥ പറയുന്ന കാഴ്ചയിലെങ്കിലും കരുത്തുള്ള ജീവിതം എന്ന ന്യൂസ് സ്റ്റോറിക്കാണ് ഉന്മേഷിന് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. ഇരുവർക്കും 10,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം അടുത്ത മാസം നടക്കുന്ന ചടങ്ങിൽ വിതരണം ചെയ്യുന്നതാണ്. കുന്നംകുളത്ത് മഴക്കാല പൂർവ്വ ശുചീകരണത്തിന് തുടക്കമായി. സീനിയർ ഗ്രൗണ്ടിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷനായി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, വാർഡ് കൗൺസിലർമാരായ ബീന ബാബു, സോമൻ ചെറുകുന്ന്, നഗരസഭാ സെക്രട്ടറി KK മനോജ് എന്നിവർ സംസാരിച്ചു. വിവിധ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും പകർച്ചവ്യാധി പ്രതിരോധ നടപടികളും ഉണ്ടാകും. കൗൺസിലർമാർ, നഗരസഭാ ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ സഹകരണത്തോടെയാണ് ശുചീകരണ യജ്ഞം. സഹകരണ ബാങ്കുകളിലേക്കുള്ള നിക്ഷേപ സമാഹരണത്തിലൂടെ ഏകദേശം 2.5 ലക്ഷം കോടിയിലധികം രൂപയാണ് സമാഹരിച്ചതെന്നും ജനങ്ങൾക്ക് സഹകരണ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് ഇത്രയും വലിയ തുക സമാഹരിക്കാനായതെന്നും ആലത്തൂർ MP K രാധാകൃഷ്ണൻ പറഞ്ഞു. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. സഹകരണ പ്രസ്ഥാനത്തിൽ വിശ്വാസമർപ്പിച്ച് കക്ഷിരാഷ്ട്രീയ ജാതിമത ചിന്താഗതിക്ക് അതീതമായാണ് ജനങ്ങൾ മുന്നോട്ട് വരുന്നത്. ആ വിശ്വാസം മെച്ചപ്പെടുത്തുക എന്നതാണ് നമ്മുടെ കടമ. അത് കൂടുതൽ മെച്ചപ്പെടുത്തുന്നു എന്നതാണ് കടവല്ലൂർ ബാങ്കിന്റെ പ്രത്യേകതയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2.5 ലക്ഷം കോടി രൂപ ആണ് മൊബിലൈസ് ചെയ്യുന്നത്. അത്രയേറെ ഡെപ്പോസിറ്റ് മൊബിലൈസ് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാകുന്നതുകൊണ്ടാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിലുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ സഹകരണ പ്രസ്ഥാനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ കക്ഷി രാഷ്ട്രീയ ജാതിമത ചിന്താഗതിക്കെല്ലാം അതീതമായിക്കൊണ്ട് ആളുകൾ മുന്നോട്ട് വരുന്നു. കൂടുതൽ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മുടെ കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഹെഡ്ക്വാർട്ടേഴ്സ് അടക്കം 3 ബ്രാഞ്ചിനൊപ്പം ആയിട്ടുണ്ട്. അതുപോലെ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടേറെ നല്ല കാര്യങ്ങൾ, അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം വളർച്ചയിലേക്ക് വരുന്നത് എന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമുണ്ട്. ബുധനാഴ്ച രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിന് കുന്നംകുളം MLA AC മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ബാങ്ക് ലോക്കറിന്റെയും കേരള ബാങ്ക് ഭരണസമിതി അംഗം M ബാലാജി ബാങ്ക് കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് സെക്രട്ടറി C ബീന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, ജില്ലാ പഞ്ചായത്ത് അംഗം NV പ്രശാന്തൻ മാസ്റ്റർ, കടവല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം, ബാങ്ക് വൈസ് പ്രസിഡന്റ് PM മുഹമ്മദ് ഹാഷിം, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ബിന്ദു ടീച്ചർ, പ്രഭാത് മുല്ലപ്പള്ളി, ഹസീന അഷ്റഫ്, ബ്ലോക്ക് മെമ്പർ K പ്രജിത്ത്, മുൻ ബാങ്ക് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട സിവിൽ എഞ്ചിനീയർ മുഹമ്മദ് ലത്തീഫ്, കരാറുകാരൻ സുബൈർ, ഇന്റീരിയർ എഞ്ചിനീയർ അനിൽ, ലിവാന ഇന്റീരിയർ പാർട്ണർമാരായ സൂരജ് കുമാർ, മിൽട്ടൺ കുരുവിള, നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ച V അനീഷ്, വിരമിച്ച ബാങ്ക് ജീവനക്കാരായ SPK മുരളി, സൂര്യകുമാരി, അനിത, ശ്യാമള, കമലാക്ഷി, ഗീത എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് MK മോഹനൻ സ്വാഗതവും സെക്രട്ടറി നന്ദിയും പറഞ്ഞു. 4 കോടി രൂപ ചെലവഴിച്ച് 12,000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായാണ് പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. ആനയിക്കൽ ചെമ്മണ്ണൂർ പാലത്തിന് സമീപം ജനവാസമുള്ള മേഖലയിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നു. പരിസരവാസികൾ ദുരിതത്തിൽ. കുന്നംകുളം നഗരസഭ 30-ാം വാർഡിലുള്ള ചെമ്മണ്ണൂർ പാലത്തിന് സമീപമാണ് വൻതോതിൽ ശുചിമുറി മാലിന്യം കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. കനത്ത ദുർഗന്ധവും സാംക്രമിക രോഗഭീഷണിയും മൂലം സമീപവാസികൾ വലയുകയാണ്. ബന്ധപ്പെട്ടവർ അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. CCTV ഡയറക്ടർ ബാബു പോളിന്റെ സഹോദരിയും പുനമുച്ചി താരകൻ പോൾ മാസ്റ്ററുടെ മകളുമായ മിനി പോൾ നിര്യാതയായി. 53 വയസ്സായിരുന്നു. സംസ്കാരം പുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. ലിസി മാത്യു, വത്സ സൈമൺ, ലത പ്രകാശ്, ഷീല റോബിൻ, ലീന ഷിബു എന്നിവർ മറ്റ് സഹോദരങ്ങളാണ്.
പുന്നൂർകുളം പരൂർ കാരുണ്യം പാലിയേറ്റീവ് കെയർ വളണ്ടിയർ രൂപീകരണ സംഗമം നടത്തി. ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രൂപീകരിക്കുന്ന പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ രൂപീകരണാർത്ഥം വളണ്ടിയർമാരെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് വളണ്ടിയർമാരായി പ്രവർത്തിക്കാൻ സന്നദ്ധരായവർക്ക് വേണ്ടി ക്ലാസ് സംഘടിപ്പിച്ചത്. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമത്തിന് ട്രസ്റ്റ് ചെയർമാൻ കുഞ്ഞുമുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ ഫൗണ്ടർ നജീബ് കുറ്റിപ്പുറം ക്ലാസ് നയിച്ചു. മുഹമ്മദ് നിസാമുദ്ദീൻ, അമേരിക്കൻ മലയാളി എഴുത്തുകാരൻ അബ്ദുൾ പുന്നയൂർകുളം, ജാസിം പരൂർ, സൈക്യാട്രിസ്റ്റ് സുലൈഖ വയനാട് എന്നിവർ സംസാരിച്ചു. കാരുണ്യം വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ സ്വാഗതവും വനിതാ വിംഗ് പ്രസിഡന്റ് സഫിയ കുഞ്ഞുമുഹമ്മദ് നന്ദിയും പറഞ്ഞു. വൈസ് ചെയർമാൻ അബൂബക്കർ പാറയിൽ, എക്സിക്യൂട്ടീവ് അംഗം റാഫി പരൂർ എന്നിവർ നേതൃത്വം നൽകി. ചാവക്കാട് കോടതി പുതിയ കെട്ടിടം ഉദ്ഘാടന സജ്ജമായതായി NK അക്ബർ MLA. വിവിധ നിർമ്മാണ പ്രവൃത്തികളുടെ അവലോകന യോഗത്തിലാണ് ഇക്കാര്യം MLA വ്യക്തമാക്കിയത്. 37 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ചാവക്കാട് കോടതിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടന സജ്ജമാണെന്ന് NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഗുരുവായൂർ നിയോജക മണ്ഡലം പൊതുമരാമത്ത് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗത്തിൽ സ്പെഷ്യൽ ബിൽഡിംഗ് എഞ്ചിനീയർ അറിയിച്ചു. ഗുരുവായൂർ KSRTC ഡിപ്പോ നിർമ്മാണം, ചാവക്കാട് നഗരസഭ വെറ്റിനറി ഓഫീസിന് പുതിയ കെട്ടിടം എന്നിവയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായതായും ചാവക്കാട് താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം, ചേറ്റുവ രാമു കാര്യാട്ട് സ്മാരകം, അണ്ടത്തോട് സ്കൂൾ, ഏങ്ങണ്ടിയൂർ കോട്ടക്കടപ്പുറം സ്കൂൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നതായും കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ യോഗത്തെ അറിയിച്ചു. കൊച്ചന്നൂർ മന്ദലാങ്കുന്ന് റോഡ്, നായരങ്ങാടി ചക്കിത്തറ റോഡ്, അഞ്ഞൂർ പിള്ളക്കാട് റോഡ് എന്നിവയുടെ നിർമ്മാണ നടപടികൾ നടന്നുവരുന്നതായി PWD റോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാകേഷ് യോഗത്തെ അറിയിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിലെ അഞ്ഞൂർ ജൂതക്കുളം റോഡിന്റെ BC പ്രവൃത്തി വൈകുന്നതിൽ MLA അതൃപ്തി അറിയിച്ചു. എത്രയും വേഗം BC പ്രവൃത്തി നടപ്പിലാക്കുന്നതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോട് ആവശ്യപ്പെട്ടു. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി 10 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കുന്ന ഗുരുവായൂർ ആൽത്തറ പൊന്നാനി റോഡിന്റെ ടെൻഡർ നടപടികൾ നടന്നുവരുന്നതായി റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MLAയെ അറിയിച്ചു. 4.5 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന പുന്നൂർകുളം കടൽഭിത്തി നിർമ്മാണം നടന്നുവരുന്നതായും ഒരുമനൂർ ഗ്രാമപഞ്ചായത്തിലെ ചേറ്റുവ കായൽ സംരക്ഷണ പ്രവൃത്തിയും ആരംഭിച്ചതായും ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീത യോഗത്തെ അറിയിച്ചു. മണത്തല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പൂർത്തീകരിക്കാൻ MLA കർശന നിർദ്ദേശം നൽകി. മണ്ഡലത്തിലെ റോഡുകൾ, പാലങ്ങൾ, കെട്ടിടങ്ങൾ, ഇറിഗേഷൻ പദ്ധതികൾ, വാട്ടർ അതോറിറ്റി പദ്ധതികൾ, ഹാർബർ പ്രവൃത്തികൾ തുടങ്ങിയവയുടെ പുരോഗതി യോഗം വിലയിരുത്തി. ചാവക്കാട് റെസ്റ്റ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ പൊതുമരാമത്ത് വകുപ്പ് റോഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാകേഷ് C, കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സന്തോഷ് E, റോഡ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആന്റണി NV, കെട്ടിട വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബീന, വാട്ടർ അതോറിറ്റി, അഡീഷണൽ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, പൊതുമരാമത്ത് റോഡ്, കെട്ടിടം, പാലം വിഭാഗങ്ങൾ, വാട്ടർ അതോറിറ്റി, KRFB തുടങ്ങിയ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയപാത കുറുമാലിയിൽ 6 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. 5 കാറുകളും ഒരു പിക്കപ്പ് വാനുമാണ് ഒന്നിനു പിറകെ ഒന്നായി ഇടിച്ചത്. ബുധനാഴ്ച രാവിലെ 9 മണിയോടെയാണ് അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. മുന്നിൽ പോകുകയായിരുന്ന കാർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തതാണ് അപകടത്തിന് കാരണമായത്. ഈ കാറിന് തൊട്ടുപിറകിൽ വരികയായിരുന്ന മറ്റു 4 കാറുകളും ഒരു പിക്കപ്പ് വാനും നിയന്ത്രണം വിട്ട് ഒന്നിനു പിറകെ ഒന്നായി ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആർക്കും പരിക്കില്ല. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ചെറിയ രീതിയിൽ ഗതാഗത തടസ്സമുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അപകടത്തിൽപ്പെട്ട വാഹനങ്ങൾ റോഡിൽ നിന്ന് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും 10ാം ക്ലാസ് പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ രാഹുൽ ദാസിന് നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും ആദരം. കുന്നംകുളം നഗരസഭ 12ാം വാർഡിൽ താമസിക്കുന്ന രാഹുലിനെ വീട്ടിലെത്തിയാണ് പ്രമുഖർ അനുമോദിച്ചത്. മലഞ്ചരക്ക് കടയിലെ ജോലിക്കാരനായ രാമദാസിന്റെ മകനാണ് രാഹുൽ. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് VHSSലെ വിദ്യാർത്ഥിയായ രാഹുലും കുടുംബവും ചൊവ്വന്നൂരിലെ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലെ ഒറ്റമുറിയിലാണ് താമസം. ചടങ്ങിൽ കേരള ബാങ്ക് ഡയറക്ടർ M. ബാലാജി രാഹുലിന് പഠന സാമഗ്രികൾ കൈമാറി. പരിമിതമായ സാഹചര്യങ്ങളിലും പഠനത്തിൽ മികവ് പുലർത്തിയ രാഹുലിന്റെ നിശ്ചയദാർഢ്യം ഏവർക്കും മാതൃകയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CPM ലോക്കൽ സെക്രട്ടറി PB ഭവീഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബാബുട്ടൻ, സിജുമാഷ്, കർഷക സംഘം പ്രസിഡന്റ് പ്രമോദ് ചെറിയാൻ, സെക്രട്ടറി രവി തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ ജില്ലാ പഞ്ചായത്തും അനന്ത IAS അക്കാദമിയും ചേർന്ന് നടത്തുന്ന പരിശീലന പരിപാടിയിലേക്ക് 100% സൗജന്യ സ്കോളർഷിപ്പ് നേടിയ രാഹുൽ ഭാവിയിൽ IAS ഉദ്യോഗസ്ഥനാകാനുള്ള ലക്ഷ്യത്തിലാണ് മുന്നേറുന്നത്. പ്രതികൂല സാഹചര്യങ്ങളെ അർപ്പണബോധത്തോടെ നേരിട്ട രാഹുലിന്റെ ഈ നേട്ടം പ്രദേശവാസികൾക്ക് വലിയ അഭിമാനമായി മാറിയിരിക്കുകയാണ്.
വനിതാ ശിശു വികസന വകുപ്പിന്റെയും ICDS ചൊവ്വന്നൂർ ബ്ലോക്കിന്റെയും നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് തല പോഷൺ പക്വാഡ പരിപാടി പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുധീബ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിവ്യ റെനീഷ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിവൻ വാഗ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ സുൽഫത്ത് ബക്കർ, സാഫിറ അസീസ്, വിനു ജോൺസൺ, ലിയ ജോജോ, സിമി സ്റ്റെൽസൺ, ഗംഗാധരൻ മാസ്റ്റർ, ജോൺ കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് ക്ലാസ് നയിച്ചു. ICDS സൂപ്പർവൈസർ സുനന്ദി സ്വാഗതവും മുൻ വാർഡ് മെമ്പറും അംഗൻവാടി വർക്കറുമായ KK ജയന്തി നന്ദിയും പറഞ്ഞു. അംഗൻവാടി വർക്കർമാർ, ഹെൽപ്പർമാർ, കുട്ടികൾ, മാതാപിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ഭക്ഷണ പ്രദർശനവും മികച്ച വിഭവങ്ങൾക്ക് സമ്മാനദാനവും നടത്തി. കോൺഗ്രസ് പാവറട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ആധുനിക ഭാരതത്തിന്റെ ശില്പിയായ നെഹ്റു രാജ്യത്ത് അണക്കെട്ടുകൾ, IIT, ISRO, AIIMS എന്നിവയ്ക്ക് ദീർഘവീക്ഷണത്തോടെ തുടക്കമിട്ട പ്രധാനമന്ത്രി കൂടിയാണെന്നും ശ്രീകുമാർ പറഞ്ഞു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. DCC സെക്രട്ടറി AT സ്റ്റീഫൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാക്കളായ ആന്റോ, ലിജോ, ഷാജു തരകൻ, അപ്പു ആളൂർ, പ്രസാദ് പണിക്കൻ, NA നൌഷാദ്, AP ബാബു മാസ്റ്റർ, P ബാലചന്ദ്രൻ, KP വിവേകൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ധനവില വർധനയ്ക്കെതിരെ വിവിധ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും പൊതുയോഗവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. നഗരത്തിലൂടെ ഇരുചക്രവാഹനം തള്ളിക്കൊണ്ടാണ് പ്രതിഷേധിച്ചത്. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരത്തിലൂടെ പര്യടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PI തോമസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ് എന്നിവർ നേതൃത്വം നൽകി. KV ഗീവർ, രാധാകൃഷ്ണൻ, PG തമ്പി, ബിജു C ബേബി, CK ബാബു എന്നിവരും കൗൺസിലർമാരായ ഷാജി ആലിക്കൽ, KP മിനി, മീന ബാബു, റോഷിദ് തുടങ്ങിയവരും പങ്കെടുത്തു. SDPI ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു. ഷമീർ ബ്രോഡ്വേ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ പ്രസിഡന്റ് ദിലീപ് അത്താണി, സെക്രട്ടറി ഹാരിസ്, കമ്മിറ്റി അംഗങ്ങളായ ഹംസക്കോയ, അൻസിൽ പുന്ന, നസീബ് പുന്ന, ഫുർഖാൻ തിരുവത്ര, മൻസൂർ പുത്തൻകടപ്പുറം, റഫീദ് ബേബി റോഡ് എന്നിവർ നേതൃത്വം നൽകി. SDPI പുന്നയൂർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചു. പാപ്പാളിയിൽ നടത്തിയ പ്രകടനത്തിൽ മണ്ഡലം സെക്രട്ടറി സക്കറിയ പൂക്കാട്ട്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുബൈർ ഐനിക്കൽ എന്നിവർ സംസാരിച്ചു. ആഷിഫ് മാലിക്കുളം, ആബിദ് മൻസൂർ, മുനീർ അണ്ടത്തോട്, ഫൈസൽ വെട്ടിപ്പുഴ എന്നിവർ നേതൃത്വം നൽകി. ആൽത്തറയിൽ നടത്തിയ പ്രകടനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി മുജീബ് എരിഞ്ഞിക്കൽ, ജോയിന്റ് സെക്രട്ടറി റൌഫൽ ചമ്മനൂർ, ട്രഷറർ ആഷിൽ പാണക്കാട്ട്, നൌഷാദ് ചെറായി, ഫാറൂഖ് പരൂർ, ഷാഫി തെക്കേപ്പുറത്ത് എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് എരുമുപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. NK കബീർ, ചന്ദ്രപ്രകാശ് ഇടമന, MC ഐജു, നജീബ് കൊമ്പത്തയിൽ, മീന ശലമോൻ, ഷാജി വർഗീസ്, റിജി ജോർജ്, അമൃത ഷിജു, AV ബിജു, AU മനാഫ് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയും ആയുർവേദ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച വിദ്യാർത്ഥികൾക്കായുള്ള സൗജന്യ യോഗ സമ്മർ ക്യാമ്പ് സമാപിച്ചു. നഗരസഭ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിഷ സെബാസ്റ്റ്യൻ, ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിഥു, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, ആർഷ ജിജു, കക്ഷി നേതാക്കളായ സോമൻ ചെറുകുന്ന്, ആവൻ ശ്രീജിത്ത്, യോഗാധ്യാപിക സന്ധ്യ, മറ്റ് കൗൺസിലർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്യാമ്പിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. സമാപന ചടങ്ങിൽ കുട്ടികൾ അവതരിപ്പിച്ച യോഗാഭ്യാസ പ്രകടനം ഏറെ ശ്രദ്ധേയമായി. നഗരസഭയിലെ വിവിധ വാർഡുകളിലായി 5 കേന്ദ്രങ്ങളിലായിരുന്നു ക്യാമ്പ് നടന്നത്. തൃശൂർ ജില്ലാ മുസ്ലിം ലീഗ് അനുകൂല അധ്യാപക സംഘടനകളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നേതൃസംഗമം നടത്തി. മുതുവട്ടൂരിൽ നടന്ന നേതൃയോഗം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ജീവനക്കാരായ അധ്യാപകർക്ക് അവകാശപ്പെട്ട ശമ്പള പരിഷ്കരണം കഴിഞ്ഞ 5 വർഷത്തിലേറെയായി മുടങ്ങിക്കിടക്കുകയാണ്. സംസ്ഥാനം ഭരിച്ചിരുന്ന കഴിഞ്ഞ സർക്കാർ നടപ്പിലാക്കാതെ പോയ ശമ്പള പരിഷ്കരണ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന് മുസ്ലിം ലീഗ് അനുകൂല അധ്യാപക സംഘടനകളുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടപ്പിലാക്കിയ ഈ സർക്കാർ അധ്യാപകർക്ക് അവകാശപ്പെട്ട എല്ലാ അവകാശങ്ങളും നൽകാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഇതിനായി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. പുതിയ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയല്ല അധ്യാപകർ മുറവിളി കൂട്ടുന്നത്.
ഓരോ 5 വർഷത്തിലും കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ശമ്പള പരിഷ്കരണം മാത്രമാണ് അധ്യാപകർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ തികച്ചും ന്യായമായതിനാൽ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. KHSTU സംസ്ഥാന സെക്രട്ടറി പി. സാലിഹ്, KSTU സംസ്ഥാന സെക്രട്ടറി ജാബിർ, KATF സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA സാദിഖ്, KHSTU തൃശൂർ ജില്ലാ പ്രസിഡന്റ് വി. സജിത, KATF തൃശൂർ ജില്ലാ പ്രസിഡന്റ് മുഹ്സിൻ പാടൂർ, KHSTU തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ലിൻഡോ വടക്കൻ, ട്രഷറർ VK ഫൈസൽ, KSTU ജില്ലാ ട്രഷറർ TM മുഹമ്മദ് മുബാറക്, KHSTU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് VS അൻഫസ്, സെക്രട്ടറിമാരായ മഖ്ബൂൽ, ജോബി ആന്റണി എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ PS സൗരീഷ് രാജിനെ തിരുവത്ര രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ചാവക്കാട് ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് CA ഗോപപ്രതാപൻ ഉപഹാരം സമർപ്പിച്ചു. UDF കൺവീനർ KV ഷാനവാസ് ഷാൾ അണിയിച്ചു. രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ MS ശിവദാസ്, ട്രസ്റ്റ് ഭാരവാഹികളായ ഷുക്കൂർ കോനാരത്ത്, EP ഷാഫി, AS സജിത്ത് എന്നിവർ സംബന്ധിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ 62ാം ചരമവാർഷികം കോൺഗ്രസ് കണ്ടാണശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിച്ചു. മറ്റം കോൺഗ്രസ് ഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MK അപ്പു ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ NA നൌഷാദ്, അഡ്വക്കേറ്റ് PV നിവാസ്, AM മൊയ്തീൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ലിയ ജോജോ, ക്ഷീരസംഘം പ്രസിഡന്റ് KS വാസു, നേതാക്കളായ EA തോമസ്, KH ഇക്ബാൽ, ജോയ്സി ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയത്തിൽ പുണ്യശ്ലോകനായ ചുങ്കത്ത് പാറേക്കാട്ട് വറദച്ചന്റെ 112ാം ശ്രാദ്ധം ജൂൺ 8 തിങ്കളാഴ്ച നടത്തും. ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി SL മീഡിയ ഒരുക്കിയ പ്രൊമോ വീഡിയോ പുറത്തിറക്കി. ശ്രാദ്ധാചരണത്തിന്റെ ഭാഗമായി ജൂൺ 1 മുതൽ 7 വരെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് അനുസ്മരണ ബലി, കബറിടത്തിൽ ഒപ്പീസ് എന്നിവയും ജൂൺ 8 രാവിലെ 10 സമൂഹ ബലി, കബറിടത്തിൽ ഒപ്പീസ്, ശ്രാദ്ധ സദ്യ എന്നിവയും ഉണ്ടാകും. തൃശൂർ ജില്ലാ കൂട്ടം കുടുംബ കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റി സംഘടിപ്പിച്ച അക്ഷരമുറ്റം പദ്ധതിയുടെ ഭാഗമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കുന്നംകുളം നഗരസഭ 28ാം വാർഡ് കൗൺസിലർ ദിവ്യ സുരേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൂട്ടം ചാരിറ്റി തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രസാദ് കിഴക്കൂട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സന്ധ്യാദേവി ദാസൻ, തോമസ് പുലിക്കോട്ടിൽ, ഷൺമുഖൻ കൊരട്ടി, നിധിന സലീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,510 രൂപ, പവന് 1,16,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചർമ്മം കാണിപ്പയൂർ പുലിക്കോട്ടിൽ ഡേവിസ് ഭാര്യ മേരി ടീച്ചർ നിര്യാതയായി. 72 വയസ്സായിരുന്നു. സംസ്കാരം അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് സിറിയൻ പള്ളിയിൽ നടന്നു. അടുപ്പുട്ടി സെന്റ് മേരി മാഗ്ദലിൻ കോൺവെന്റ് സ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. റീബ, ഗീവർ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എക്സാലോജിക് CMRL സാമ്പത്തിക ഇടപാട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മരുമകൻ മുഹമ്മദ് റിയാസ് MLAയുടെയും വീടുകളിലടക്കം 12 ഒരേ സമയം റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസിൽ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് EDയുടെ നടപടി. റെയ്ഡിനു പിന്നാലെ സംസ്ഥാന വ്യാപകമായി CPM നേതൃത്വത്തിൽ കനത്ത പ്രതിഷേധം. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥർ മടങ്ങിയ വാഹനങ്ങൾ തല്ലി തകർത്തു. അരിയന്നൂരിൽ ഡോക്ടറുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. ചൊവ്വന്നൂർ കല്ലഴിക്കുന്ന് സ്വദേശി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ 36 വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് ചാവക്കാട് നിന്ന് പിടിയിലായത്. പ്രതിയുമായി ഗുരുവായൂർ പോലീസ് തെളിവെടുപ്പ് നടത്തി. കുന്നംകുളം പ്രസ് ക്ലബിന്റെ 21ാമത് സംസ്ഥാന മാധ്യമ പുരസ്കാരം പ്രഖ്യാപിച്ചു. അച്ചടി മാധ്യമ വിഭാഗത്തിൽ മാതൃഭൂമി തൃശൂർ ലേഖിക അക്ഷേക സുധരാജ്, ദൃശ്യമാധ്യമ വിഭാഗത്തിൽ ഇരിട്ടി ഹൈവിഷൻ ചാനൽ റിപ്പോർട്ടർ ഉന്മേഷ് പായം എന്നിവർക്കാണ് ഇത്തവണ അവാർഡ്. 10,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം ജൂൺ അവസാന വാരം കുന്നംകുളത്ത് സമ്മാനിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.